അമ്മച്ചി എടുത്ത് കഴിക്കട്ടോ. മാത്തൻ കോഴിയാ. മാത്തൻ കോഴിയാണെന്നല്ല കേട്ടോ, അത് ഞാനൊരു കോമഡി പറഞ്ഞതാ. പണ്ടേ ഭയങ്കര അവൾക്ക് വയ്യാത്തോണ്ടാട്ടോ അവള് വരാത്ത. അവിടെ കിടക്കുക. ഇന്നലത്തെ ഷിഫ്റ്റ് കോമഡി ആയിരുന്നു കേട്ടോ. ചൂപ്പാട് വന്നു. ഒരാള് വെള്ളം അടിച്ചിട്ട് എന്താ ബഹളം എന്നറിയാമോ? പക്ഷെ രസമുണ്ടായിരുന്നു, സ്ട്രെസ് ഒന്നും ഇല്ലായിരുന്നു. നൈറ്റ് ഷിഫ്റ്റ് ഉള്ളതുകൊണ്ടാ, അല്ലെങ്കിൽ ചായ കുടിച്ച് പതുക്കെ പോയാൽ മതിയായിരുന്നു. നീ ഓക്കെ അല്ലേ? ആ ഞാൻ ഓക്കേടാ. ഈ നാട്ടുകാരെ മൊത്തം സൽക്കരിക്കാൻ ജോപ്പന് എന്നാ കഴിപ്പാ. ഒരിത്തിരി ചൂട് ഇവർക്കൊന്നും വേറെ പണിയില്ലേ. മാഡത്തിന്റെ മൂഡ് ശരിയല്ല. നീ എന്നാ വിട്ടോ, നിനക്ക് നൈറ്റ് ഷിഫ്റ്റ് ഉള്ളതല്ലേ. ആ ചാച്ച എന്തൊക്കെയുണ്ട്? ഇല്ല തണുപ്പൊക്കെ അല്ലേ, ജലദോഷം. ഇന്ന് നിന്നെ പറ്റി ഓർത്ത. നീ പോയ പിന്നെ കള്ളുടിക്കാനൊരു മൂടില്ലടാവേ. നിനക്ക് സുഖല്ലടാ? ഹലോ Okay, I will call you. Okay. സോഫി, എനിക്ക് വിളിച്ച ഫോൺ എടുത്തൂടെ? ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതല്ല ജോണിക്കുട്ടിയുടെ കൊച്ചിന്റെ ബർത്ത്ഡേക്ക് പോണെന്ന്. അതല്ലേ നേരത്തെ ഇറങ്ങി ഞാൻ ഡ്രസ്സൊക്കെ മാറി നിന്നത്. ഓ പിന്നെ കളക്ടർ ഉദ്യോഗമല്ലേ നേരത്തെ ഇറങ്ങിയ ലോകം അവസാനിക്കാൻ. ആ തമിഴിന്റെ കടയിലെ ക്ലീനിങ് അല്ലേ? അതെന്തെങ്കിലും ആവട്ടെ, നിനക്കതൊന്നും നേരത്തെ പറയാറുന്നില്ലേ സോഫി? ഞാൻ തനിച്ചങ്ങ് പോയേനെ. താൻ എങ്ങോട്ടെങ്കിലും പോയിക്കോ, ഒന്ന് പോയി തന്നാ മതി. അല്ലെങ്കിൽ വേണ്ട, ഇവിടുത്തെ ജോലിയൊക്കെ പിന്നെ വേറെ ആര് ചെയ്യാൻ? UK വന്ന് ഇങ്ങനെ കോട്ടൊക്കെ ഇട്ട് കള്ളും കുടിച്ച് ഇങ്ങനെ പോസ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ലേ? അതിന് പകരമായിട്ട് ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്ത് ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ നിന്നോ. പക്ഷെ ഭരിക്കാൻ വരണ്ട. കളറ് മാത്രമേ ഉള്ളൂ, കള്ളല്ല. ജോപ്പ ജീന നിന്നെ ഒരുപാട് തവണ ഫോണിൽ വിളിച്ചായിരുന്നല്ലോ. ഫോൺ കേടായിടാ. ചാച്ചൻ പോയിടാ. ചാച്ചൻ എവിടെ പോ? ഉലകിൽ തനിച്ചായി ഉയിർ മാത്രമായി തേടി ഞാൻ വെമ്പലായെങ്കിലും ഏകനായി ഒരു കാറ്റായെങ്കിലും വന്നെന്നെ പൊതിയണേ. ഓഹോ, ഈ തുണിയൊന്നും വിരിച്ചിട്ടിട്ടില്ല. ജോപ്പൻ എന്നാ കോപ്പ് നോക്കി ഇരിക്കുവായിരുന്നു? ഓഹോ, ഇവിടെ വെള്ളോടിയാണല്ലേ. ഞാൻ ഇങ്ങനെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടാനും താൻ ഇങ്ങനെ സുഖിക്കാനും. മാത്ത നീ പൊക്കോ. എടാ പറ്റുകയാണെങ്കിൽ നീ നാട്ടിലേക്ക് ഒരു ടിക്കറ്റ് എടുത്തു തരുമോ? ഒരു 1-2 മാസം കൊണ്ട് ഞാൻ ആ പൈസ. സോഫി നീ കാര്യം അറിയാണ്ടാ ഈ സംസാരിക്കണേ. സാറ് നമ്മുടെ കാര്യത്തിൽ ഇടപെടാൻ വരല്ലേ. ഇവിടെ നിന്ന് പോയി തരാവോ? അതോ രണ്ടാളും തമ്മിൽ വേറെ വല്ല ബന്ധങ്ങളും ഉണ്ടോ? ഏത് നേരം ഒരുമിച്ചാണല്ലോ. സോഫി, ഈ ജോപ്പൻ ആരാന്നറിയണമെങ്കിൽ നീ നാട്ടിലെ ക്ലബിലൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ മതി. അല്ല നീ കണ്ടതാണല്ലോ അന്ന് എയർപോർട്ടിൽ യാത്രയാക്കാൻ വന്നപ്പോൾ 2 ബസ് നിറച്ച് പിള്ളേരാ വന്നേ. അതെല്ലാം ഉപേക്ഷിച്ച് അവൻ ഈ UK വന്നിട്ടുണ്ടെങ്കിൽ ഈ UK പുത്തനും സ്റ്റാറ്റസും കണ്ടിട്ടല്ല, നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാ. അപ്പം നീ കൂടുതൽ കിടന്ന് തുള്ളല്ലേ, കുറച്ച് നിലത്ത് നിൽക്ക്. ജോപ്പാ ഞാൻ പോയേക്കൂടാ. കൊള്ളാം, കണ്ണി കണ്ടവനൊക്കെ വായി തോന്നി വിളിച്ചു പറഞ്ഞു പോയിട്ട് നിങ്ങളുടെ വായിൽ എന്നെ മനുഷ്യ പഴമായിരുന്നോ? അതെങ്ങനാ, നട്ടല് വേണ്ടേ? നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഒരു ചാച്ചനുള്ളത് വല്ല പണിക്കും പോയിട്ടാണോ കുടുംബം നോക്കിയിട്ടുള്ളത്? അസുഖമാണെന്ന് പറഞ്ഞ് കയറിയിരുന്നു. നല്ല കള്ളു ഇറച്ചും കയറ്റുമ്പോൾ ഒരു അസുഖവും ഇല്ല. പെങ്ങളെ വിളിച്ചായിരുന്നല്ലോ, കാശ് വയ്ക്കാനായിരിക്കും അല്ലേ? അതോ നിങ്ങൾ ചാച്ചൻ വല്ലതും ചത്തോ?
പോസ്റ്റ് ഉണ്ടല്ലോ, നിന്നെ അവള് തേച്ചല്ലേ? ഏയ് ഇതിലെ തേപ്പൊന്നുമില്ല, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. ആ, നീ ആ കണ്ണുനീരം തുടച്ചിട്ട് പറ. ഇല്ലടാ സത്യം, അവള് ഹാപ്പിയാണ്. അവള് പോയപ്പോൾ ഇപ്പം ഞാനും ഹാപ്പിയാണ്. ഏതോ അവിഹിതം കണ്ടുപിടിച്ച ത്രില്ല് നീ ഇപ്പം എന്നെ വിളിക്കുമ്പോൾ നീ ഹാപ്പി അല്ലേ? അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരുന്നാൽ പോരെ എൻ്റെ അളിയാ. എന്നാൽ ശരിയടാ.